വിവാദങ്ങൾക്കും പ്രതിപക്ഷ ആരോപണങ്ങൾക്കുമിടെ വന്ദേമാതരം പൂർണ്ണമായും ഒഴിവാക്കി സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ. ദേശീയഗാനം മാത്രമാണ് ചടങ്ങുകളുടെ ഭാഗമായി ആലപിച്ചത്. സംസ്ഥാന സർക്കാർ നിലപാട് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. വന്ദേമാതരം 2 ചരണങ്ങൾ മാത്രമേ പാടുള്ളൂ എന്നും മറ്റു വരികൾ വർഗീയ ചുവയുള്ളതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, വന്ദേമാതരം അതിൻ്റെ 2 ചരണങ്ങൾ മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ, അതല്ലാതെ മറ്റു വരുന്നത് വർഗീയമായ ചുവയുള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് ആലോചിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ആ രീതി തന്നെ വേണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഇന്നലെ വരെ, ഇപ്പോഴും ഈ നിമിഷം വരെ ശക്തിയായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ ആവശ്യം ചില മേഖലയിലൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും സ്വാഗതം ചെയ്യപ്പെടേണ്ടുന്ന കാര്യം തന്നെയാണ്. വന്ദേമാതരം ഒരു കാലത്തും ദേശീയഗാനമല്ലെന്നും അതിനെ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ദേശീയഗാനമല്ല, അതിനെ അങ്ങനെ ആക്കി തീർക്കാൻ ശ്രമിക്കുന്നവർ ഇന്ത്യയെ അറിയാത്തവരാണ്. ഈ മഹത്തായ നാടിൻ്റെ ചരിത്രവും പാരമ്പര്യവും ദേശീയ പോരാട്ട മൂല്യങ്ങളും അറിയുന്നവർക്കാർക്കും പറയാൻ പറ്റില്ല വന്ദേമാതരം ഈ നാട്ടിൽ ദേശീയഗാനമാണെന്ന്. ദേശീയഗാനം ഇന്നലെയും ഇന്നും നാളെയും ഒന്നാണ്, അത് ജനഗണമനയാണ്. വന്ദേമാതരം മുഴുവൻ ചൊല്ലാത്തതിൽ BJP പ്രതിഷേധവുമായി രംഗത്തെത്തിയ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയാണല്ലോ. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്ന് കണ്ടതെന്താണ് ശ്രീജിത്ത്? ഉന്മേഷ്, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗികമായ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകളിലൊന്നും ദേശീയഗീതം എന്ന കരുതപ്പെടുന്ന വന്ദേമാതരം ആലപിച്ചില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ദേശീയഗാനമായ ജനഗണമനയാണ് എല്ലായിടത്തും ആലപിച്ചത്. ദേശീയഗാനം മാത്രം ആലപിച്ചാൽ മതി എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇന്നലെ തന്നെ സർക്കാർ പുറത്തിറക്കിയിരുന്നു. അത് പാലിച്ചുകൊണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സംസ്ഥാനതല സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലും മറ്റ് 13 ജില്ലകളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലും ഒരിടത്ത് പോലും വന്ദേമാതരം ആലപിച്ചില്ല. അത് നേരത്തെ തന്നെ സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന കാര്യം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വ്യക്തമാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ചാണ് എല്ലായിടത്തും ദേശീയഗാനം മാത്രം ആലപിക്കുകയും ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കാതിരിക്കുകയും ചെയ്തത്. അത് സർക്കാരിൻ്റെ നിലപാടാണ്. എന്നാൽ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പല ഭാഗത്തും BJP ഉയർത്തി. തിരുവനന്തപുരം നഗരസഭയിൽ സ്വാതന്ത്ര്യദിനത്തിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം മേയർ VV രാജേഷ് വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. BJP തിരുവനന്തപുരത്തെ മറ്റു ചില കേന്ദ്രങ്ങളിലും ഈ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വന്ദേമാതരത്തിൻ്റെ പൂർണ്ണമായ ആലാപനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.